ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഉത്തർപ്രദേശിൽ വന്നിട്ട് എൻ്റെ ഫസ്റ്റ് വ്ലോഗാണ് കേട്ടോ ഇത്. അപ്പോൾ എൻ്റെ ഓപ്പോസിറ്റ് ക്വാർട്ടറിൽ ദീദിയുടെ മോളുടെ ബർത്ത്ഡേ ആണ്. അതിഥി എന്നാണ് മോളുടെ പേര്. ഫസ്റ്റ് ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഒരു 7:30 ആയപ്പോഴാണ് സെലിബ്രേഷൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതിഥിയുടെയും ദീദിയുടെയും ബർത്ത്ഡേ ഒരു ദിവസമാണ് കേട്ടോ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിഥി ഭയങ്കര ഹാപ്പിയാണ് പുതിയ ഡ്രസ്സ് ഇട്ടതും. പിന്നെ അത് മാത്രമല്ല, എല്ലാവരെയും കണ്ടപ്പോൾ അതിൻ്റെ സന്തോഷമൊക്കെ ഉണ്ട് അവളുടെ ഫേസിൽ. അങ്ങനെ കേക്ക് കട്ട് ചെയ്തു. പിന്നെ എല്ലാവരും ഗിഫ്റ്റൊക്കെ കൊണ്ടുവന്ന് കൊടുത്തു. പിന്നെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോൾ കുട്ടികളൊക്കെ വളരെ ഹാപ്പിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ മാത്രമല്ല വ്ളോഗ് ചെയ്യുന്നത്, എൻ്റെ മുകളിലത്തെയും താഴത്തെ ഓപ്പോസിറ്റ് സൈഡിലെ എല്ലാ ദീദിമാരും വ്ളോഗേഴ്സാണ് കേട്ടോ. അന്നാണ് അറിയുന്നത് ഇവരെല്ലാവരും വ്ളോഗർമാരാണെന്ന്. പിന്നെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തു. അപ്പം ഞാൻ മാത്രമേ ഉള്ളൂ ഇക്കൂട്ടത്തിൽ മലയാളിയായിട്ട്. അപ്പോൾ ഇവരെല്ലാവരും പറയുന്നുണ്ടായിരുന്നു ഇനി ദീദി വ്ളോഗ് ചെയ്യുമ്പോൾ ഹിന്ദിയിൽ വേണം ഇടാനായിട്ട്, കാരണം ഇവർക്ക് മലയാളം അറിയില്ലല്ലോ. അപ്പം ഞാനിനി അടുത്ത വട്ടമൊക്കെ ശ്രമിക്കാം ഹിന്ദിയിൽ വ്ളോഗ് ഇടാനായിട്ട്. ഹിന്ദി അറിയില്ലെങ്കിൽ അത്യാവശ്യമൊക്കെ ഹിന്ദിയൊക്കെ നമ്മൾ കൈകാര്യം ചെയ്യും. അങ്ങനെ പിന്നെ ഫുഡൊക്കെ കൊടുക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ ഇതാണ് നമ്മുടെ ക്വാർട്ടേഴ്സ്. അപ്പോൾ താഴെ കുട്ടികൾക്കാണ് ഫസ്റ്റ് ഫുഡ് കൊടുത്തത്. അതിന് ശേഷമാണ് നമ്മളെല്ലാവരും കഴിച്ചത്. ഇവിടെ ഇപ്പോൾ തണുപ്പായതുകൊണ്ട് ഫുഡ് നമുക്ക് നേരത്തെ തന്നെ പ്രിപ്പയർ ചെയ്ത് വെക്കാൻ പറ്റില്ല, ചൂടോടെ തന്നെ കഴിക്കണം. അപ്പം അവരാളിനെയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചോള ഭട്ടൂളയായിരുന്നു കേട്ടോ ഫുഡ്, പിന്നെ റൈസും ഉണ്ടായിരുന്നു. അങ്ങനെ കുട്ടികളൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ കഴിക്കാനായിട്ടിരുന്നു. അപ്പോൾ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല തണുപ്പ് വരാനായിട്ട് തുടങ്ങി. അപ്പം തന്നെ സമയം ഏകദേശം ഒരു 9:30-10 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ കഴിച്ചതിന് ശേഷം പിന്നെ ജെൻസ് കഴിക്കാനായിട്ടിരുന്നു. അവരും കൂടെ കഴിച്ചതിന് ശേഷം പിന്നെ നമ്മളെല്ലാവരും കൂടെ തീ കായാനായിട്ടിരുന്നു. കാരണം നല്ല തണുപ്പ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പിന്നെ എല്ലാവരും കൂടെ താഴത്തെ ദീദിയുടെ കോട്ടൻ്റെ ഫ്രണ്ടിൽ തീ കായുകയാണ്. പിന്നെ കുറേ നേരം വർത്തമാനങ്ങൾ പറഞ്ഞ് ഇങ്ങനെ ഒരു 10-12 മണി വരെ നമ്മൾ അവിടെ തന്നെ ഇരുന്നു. ഞങ്ങൾ 1-2 പേര് മാത്രമേ ഉള്ളൂ പുതിയതായിട്ട് വന്നവർ. ബാക്കിയുള്ളവരെല്ലാം തന്നെ ഇവിടെ ഉണ്ടായിരുന്നവരാണ്. അപ്പോൾ അവർക്കെല്ലാം പരസ്പരം നേരത്തെ തന്നെ അറിയാമായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് നല്ലൊരു വൈബായിരുന്നു. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ വന്നിട്ട് എല്ലാവരും കൂടെ ചേർന്നിങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ദീദിയുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് ദീദിയുടെ ഹസ്ബൻഡ് ദീദിക്ക് ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് അന്നേരം കൊടുക്കുകയാണ്. അപ്പോൾ ദീദിയും പെട്ടെന്ന് കൊണ്ടുവന്നപ്പോൾ പെട്ടെന്ന് ഷോക്കായിപ്പോയി, ഒട്ടും പ്രതീക്ഷിച്ചില്ല. സർപ്രൈസ് ഗിഫ്റ്റായിരുന്നു. പിന്നെ സർപ്രൈസ് ഗിഫ്റ്റ് എന്താണെന്ന് അറിയാനുള്ള ഒരു ടെൻഡൻസി ആയിരുന്നു എല്ലാവർക്കും. അപ്പോൾ പൊട്ടിച്ച് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ നിറയെ സ്വീറ്റ്സ് ആയിരുന്നു കേട്ടോ, നിറയെ മഞ്ചായിരുന്നു. പിന്നെ അതിനകത്ത് ഗിഫ്റ്റ് ഒളിപ്പിച്ച് വെച്ചിരിക്കുമായിരുന്നു. വാച്ചായിരുന്നു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അങ്ങനെ നമ്മൾ തീ കായുന്നതുകൊണ്ട് ജെൻസും നമ്മുടെ കൂടെ തന്നെ കൂടി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഉത്തർപ്രദേശിലെ വിശേഷങ്ങൾ. പുതിയതായിട്ട് ഈ വീഡിയോസ് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ ബൈ, ടേക്ക് കെയർ.